എലൈറ്റ് എക്സ്പെർട്ടൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റിഡ്ലി മാത്യു. ഞാൻ എലൈറ്റ് എക്സ്പെർട്ടൈസിൽ അഡ്മിൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എലൈറ്റ് എക്സ്പെർട്ടൈസ് ഒരു ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ പഠിപ്പിക്കുന്നവർ മിസ്സസ് ഹാരികയും മിസ്റ്റർ ഹാരിഫ് മുഹമ്മദുമാണ്. ഇവർ രണ്ടുപേരും ഓസ്ട്രേലിയൻ ക്ലിനിക്കൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. എലൈറ്റ് എക്സ്പെർട്ടൈസിൽ PEBC, PTE, CAPS, ഇന്റേൺ ഫാർമസിസ്റ്റ് റിട്ടേൺ എക്സാം, റീസെന്റ് ആയിട്ട് ഓപ്ര ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ കഴിഞ്ഞ ജൂലൈ ബാച്ചിൽ എലൈറ്റ് എക്സ്പെർട്ടൈസിന് 95% പാസിംഗ് റേറ്റ് ഉണ്ടായിരുന്നു. അതിൽ പാസ്സായ ആളാണ് അനു. അനു നമ്മളോട് കൂടെ ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ് അനു. എന്ത് തോന്നുന്നു? താങ്ക് യു ചേച്ചി. വളരെ ഹാപ്പിയാണ്. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു ചെറിയ ഇത്ര മാസത്തെ എഫോർട്ടും കൊണ്ട് ഇത് ക്ലിയർ ആകാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ കുറെ ഫ്രണ്ട്സിനോട് ചോദിച്ചായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് 6 months അറ്റ്ലീസ്റ്റ് എടുക്കുന്നാ പറഞ്ഞത്. പക്ഷെ ഒരു 3 months കൊണ്ട് മാമും സാറും നമ്മളെ അത്രയും നല്ല ഹാർഡ് വർക്കും ചെയ്ത് നമുക്ക് തന്നെ മനസ്സിലാവുമായിരുന്നു. അവര് പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലും മാം ഓരോ ബേസിക് പറഞ്ഞു തരുമ്പോഴാണെങ്കിലും അങ്ങനെ ഒരു പിന്നെ എല്ലാ ദിവസവും മോട്ടിവേഷൻ ആണ്. മാമിന്റെ വഴിയാണ് സാറിനൊക്കെ ചേച്ചിയുടെ വക. അപ്പൊ അതെല്ലാം ഹെൽപ്പ് ചെയ്തു വെച്ചു. ശരിക്കും വളരെ ഹാപ്പിയാണ് ഞാൻ. അനുവിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറയാവോ? എവിടെയാ പഠിച്ചത്, എപ്പോഴാ ഗ്രാജുവേറ്റ് ചെയ്യുന്നതൊക്കെ? ഞാന് നിർമ്മല കോളേജ് ഓഫ് ഫാർമസി മോട്രിയലാണ് പഠിച്ചത്. 2017-22 ബാച്ച് ആണ്. അപ്പോ പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് ഞാൻ അബ്രോഡ് നോക്കുന്നുണ്ടായി. പക്ഷെ എന്തിലോട്ടേക്കാണെന്ന് കൃത്യം അറിയത്തുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് കമ്മ്യൂണിറ്റി ഫാർമസിനോടായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്തപ്പോ ഓസ്ട്രേലിയ സെർച്ച് ചെയ്തപ്പോ പറഞ്ഞു ഏറ്റവും കൂടുതൽ സെറ്റിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കൺട്രി ആണെന്ന് അറിഞ്ഞു. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്നെത്തിയതാണ്. കോച്ചിങ്ങിന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കമ്പാരേറ്റീവ്ലി കൂടുതൽ നല്ലത് കുറെ പേരുടെ ഫീഡ്ബാക്കിൽ നിന്നാണ് ഞാൻ ഇലൈറ്റിലോട്ടേക്ക് എത്തിയത്. എന്തുകൊണ്ടാണ് ക്യാപ്സ് ചൂസ് ചെയ്തത്? ക്യാപ്സ് ചൂസ് ചെയ്യാൻ കാരണം തന്നെയാണ് ചേച്ചി. കാരണം എനിക്കൊരു കമ്മ്യൂണിറ്റി ഫാർമസിയിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ നമ്മുടെ വെസ്റ്റേൺ കൺട്രീസ് ആണ് കൂടുതലായിട്ടും അങ്ങനെ പ്രിഫർ ചെയ്യുന്നത്. ഫാർമസിസ്റ്റ് ജസ്റ്റ് ഡിസ്പെൻസിങ് മാത്രമല്ല എന്നുള്ളത്. യൂറോപ്യൻ കൺട്രീസ് ആണ് കൂടുതൽ അങ്ങനെ കാണിക്കുന്നത്. അതായത് ഡോക്ടറിനൊപ്പം റൗണ്ട്സിന്റെ ഒപ്പം മാം ആണെങ്കിൽ ഓരോ ദിവസവും ഓരോ സ്റ്റോറി പറയുമ്പോൾ മാം എന്തൊക്കെയാ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതൊക്കെ ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ക്യാപ്സ് ചൂസ് ചെയ്തത്. അപ്പൊ ഓരോ ദിവസത്തെ ഓരോ മാമിന്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമുക്കൊരു ശരിക്കും ഹാപ്പിനെസ് ആ തോന്നിയത്. ഓരോ ദിവസം നമ്മുടെ എയിമിലോട്ടൊക്കെ എത്തുവാലോ എന്ന് ഓർത്തിട്ട്. എത്ര മന്ത്സ് ക്യാപ്സിന് പ്രിപ്പയർ ചെയ്തു? ഞാൻ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ ജോയിൻ ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് വർക്കൊക്കെ കാരണം പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ക്ലാസ് ഇങ്ങനെ കേൾക്കുമായിരുന്നു ഞാൻ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും ക്ലാസ് ഓൾമോസ്റ്റ് പകുതിയായി. പിന്നെ ഞാൻ ഓർത്തു അടുത്ത ബാച്ചിൽ നോക്കാന്ന് വിചാരിച്ചു. എന്നാലും ക്ലാസ് ചുമ്മാ കേട്ടോണ്ടിരിക്കുവായിരുന്നു ഞാൻ. കൃത്യം പറയുവാണെങ്കിൽ 3 months ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടോ ക്യാപ്സ് പ്രിപ്പറേഷന്? ഒരു സ്ട്രാറ്റജി ഇല്ല. പഠിക്കുക തരുന്നത്, അതായത് മാമിന്റെ എന്ന് പറഞ്ഞാൽ പഠിക്കാനായിട്ടൊന്നും വേണ്ട. മാം കൃത്യം ബേസിക്കിന്ന് പഠിപ്പിക്കണോണ്ട് മനസ്സിലാക്കി വെക്കുമായിരുന്നു. ഒരിക്കലും കാണാപ്പാടം പഠിക്കാനുള്ളത് ഒന്നും മാം തരത്തില്ലായിരുന്നു. എല്ലാം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മാമിന്റെ തല കയറുമായിരുന്നു. പിന്നെ സാറിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് കൃത്യം പഠിപ്പിക്കും. അത് അതുപോലെ തന്നെ പഠിക്കുക, അത്ര ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് കുറെ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലോ എക്സാമിന്. ഇതൊക്കെ ടാക്കിൾ ചെയ്യാൻ എലൈറ്റ് എക്സ്പെർട്ടൈസ് എങ്ങനെ ഹെൽപ്പ് ചെയ്തേ? നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം പേപ്പർ 1 മൊത്തം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എനിക്ക് സാറിന്റെ കൂടുതൽ കിട്ടിയത്. അതാ ഞാൻ പാടുന്ന വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പേപ്പർ 2 എത്തിയപ്പോ എല്ലാം വേറെ ഓപ്പോസിറ്റ് ആയി പോയി. കാരണം കാൽക്കുലേഷൻസ് കൂടുതൽ കിട്ടി, തിയറീസും കൂടുതൽ കിട്ടി. അപ്പോ കാൽക്കുലേഷൻസിന് ഞാൻ കുറച്ച് വീക്കായിരുന്നു, അതെനിക്ക് അറിയായിരുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു കൊളീഗ് എന്റെ അടുത്ത് പറഞ്ഞു, അവൻ പെട്ടെന്ന് ഫ്ലാഗ് ചെയ്തിടുക, ബാക്കി തിയറി ക്വസ്റ്റ്യൻസ് നമ്മൾ പെട്ടെന്ന് ചെയ്യുക, അപ്പൊ കാൽക്കുലേഷൻ ഒന്ന് ആലോചിക്കാൻ സമയം ഉണ്ടാവും എന്ന് പറഞ്ഞു. തിയറി ക്വസ്റ്റ്യൻ പെട്ടെന്ന് കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ തിയറി ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്തു. എനിക്ക് ഒട്ടും ടൈം എടുക്കേണ്ടി വന്നില്ല. അത് ആ കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ തിയറി ക്വസ്റ്റ്യൻ പെട്ടെന്ന് സോൾവ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാൽക്കുലേഷനിലോട്ടേക്ക് ഇറങ്ങി. കാൽക്കുലേഷൻ ഒരുവിധം ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നോട്ട് അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്ത്. പക്ഷെ കാൽക്കുലേഷൻസിൽ എനിക്ക് അധികം കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. തിയറീസിലായിരുന്നു മാം പഠിപ്പിച്ച, അതിലായിരുന്നു എനിക്ക് കോൺഫിഡൻസ് വന്നത് ശരിക്കും. എത്ര സ്ട്രോങ്ലി എലൈറ്റ് എക്സ്പെർട്ടൈസിനെ വേറൊരു ക്യാപ്സ് ആസ്പിരന്റിനെ റെക്കമെൻഡ് ചെയ്യും? നല്ലപോലെ റെക്കമെൻഡ് ചെയ്യും. നിങ്ങള് എഡ്യൂക്കേഷനാണ് നല്ലപോലെ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നെ മാതിരി ഒരുമാതിരി കാണാപ്പാഠം പഠിച്ച് വന്ന ഒരാളാണെങ്കിൽ ഞാൻ നല്ലപോലെ റെക്കമെൻഡ് ചെയ്യും. കാരണം ഞാൻ ഇവിടെ വന്നേ പിന്നെ ഒന്നും കാണാപ്പാഠം പഠിച്ചിട്ടില്ല. ഞാൻ കൃത്യം
എങ്ങനെയൊക്കെയാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു 4 വർഷത്തെ ഡിഗ്രീനേക്കാളും കൂടുതൽ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായെന്ന് തോന്നുന്നു. അതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അപ്പോ എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാവണം. ഒട്ടും ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഞാൻ അത്രമാത്രം കുത്തിരുന്ന് നമ്മള് എക്സാം മാതിരി പഠിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ 101% റെക്കമെൻഡ് ചെയ്യും ഞാൻ. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെസ്സേജ് പറയാനുണ്ടോ ഇനിയും ക്യാപ്സ് എഴുതുന്നവരോട്? സാറും മാമും പഠിപ്പിക്കുന്നത് നല്ലപോലെ ഫോളോ ചെയ്യുക, അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലാസ് കേൾക്കാൻ വേണ്ടി നോക്കുക. എല്ലാം എല്ലാം ഓക്കെ ആണ് ഉറപ്പാക്കിയിട്ട് എക്സാം എഴുതുക, അത്രേ ഉള്ളൂ. ഓക്കെ അനു, അപ്പോ ഇനിയും ഒന്നും കൂടെ കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ, വിസയൊക്കെ വരട്ടെ, PT ഒക്കെ എഴുതിയെടുക്കാൻ പറ്റട്ടെ. താങ്ക് യു ഫോർ ദ ഇന്റർവ്യൂ. താങ്ക് യു ചേച്ചി. ബൈ.